ഹായ്. അപ്പോഴേ ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. ഞാൻ ഇതേപോലത്തെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് മൊത്തവും സുഗന്ധം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇതേപോലെ നാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോഴത്തേന് ആ നാരങ്ങ മുറിച്ച് മാറ്റരുത്. ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസായിട്ടൊന്ന് മുറിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിന് ശേഷം നമുക്ക് വേണ്ടത് കല്ലുപ്പാണേ. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ആക്കി വയ്ക്കുക. ഉണ്ടോ, ഇളക്കിയെടുക്കരുത്. ഇതേപോലെ ഒന്ന് ആക്കി വയ്ക്കുക. അതിനകത്തോട്ട് നമുക്കിനി കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിനകത്തോട്ട് കല്ലുപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കാത്ത ഒരു പാത്രം എടുക്കുന്നതാണ് നല്ലത്. കാരണം ഇതിൻ്റെ ആ ഒരു സ്മെല്ല് അതിനകത്ത് നിൽക്കും. ഭയങ്കര ഒരു സ്മെല്ലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഫുള്ളായിട്ട് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഒഴിക്കുന്നത് വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഉപ്പെല്ലാം അതിനകത്തോട്ടൊന്ന് ഇറങ്ങിക്കിട്ടും. ഉപ്പ് അതിനകത്തോട്ട് നല്ല രീതിയിൽ ഇറങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത്. സ്വല്പം മാത്രം മതി. ഈ നിസ്സാരമായ സാധനങ്ങൾ എന്തായാലും നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും നമ്മുടെ വീട്ടിനകം ഫുള്ളായിട്ട് കേട്ടോ. കെമിക്കലും കാര്യങ്ങളും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു സ്മെല്ല് നമുക്ക് വീട്ടിൽ നിലനിർത്താനായിട്ട് പറ്റും. ഇനിയിപ്പം നമ്മൾ കംഫർട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കംഫർട്ട് നല്ലൊരു മണമുള്ള എന്ത് സാധനങ്ങളെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ കംഫർട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണ്. ഇത് ഒരു 2 ആഴ്ചയോളം ഈ ഒരു സ്മെല്ല് അതിനകത്തോട്ട് നിൽക്കും കേട്ടോ. പിന്നെ നമുക്ക് ഇത് മാറിക്കഴിഞ്ഞാൽ വേണ്ട അടുത്തത് മാറ്റി ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിച്ചണിലോ അല്ലെങ്കിൽ റൂമിലോ എവിടെ വേണേലും നമ്മൾ വേറൊരു പാത്രത്തിലോ എവിടെയെങ്കിലും ആക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന പാത്രം എടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്മെല്ല് ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും ആ പാത്രത്തിൽ. നമ്മളത് ഉപയോഗിക്കാതിരിക്കുക. എന്നിട്ട് നമുക്ക് ഇതെവിടെ വേണേലും റൂമിലൊക്കെ നമ്മൾ കിടക്കുന്ന റൂമിലൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണമാണ്. നമുക്ക് അത് ആസ്വദിച്ച് കിടക്കാനായിട്ട് പറ്റും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഇതേപോലെ മുട്ടത്തോട്. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ എടുത്തിട്ട് മുട്ടത്തോട് കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഇതേപോലെ മുട്ടത്തോട് കൂട്ടി വെക്കുകയാണെങ്കിൽ നമ്മൾ പല്ലിശല്യം നമുക്ക് എവിടെയൊക്കെയാണോ പല്ലിശല്യം, കബോർഡിൽ കിച്ചണിലൊക്കെയാണല്ലോ കൂടുതൽ പല്ലിശല്യം. അപ്പോൾ ആ ഭാഗത്ത് ഇതേപോലെ മുട്ടത്തോട് ഒന്ന് പാത്രത്തിലോ ഡപ്പയിലോ ഒക്കെ ആക്കി വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ഗ്രാമ്പൂവിൻ്റെ പൊടിയുണ്ടല്ലോ, ഗ്രാമ്പൂവിൻ്റെ പൊടി ഒട്ടും അതിന് ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ. പല്ലിക്കൊന്നും ഒട്ടും പല്ലിയാണേലും പാറ്റയാണേലും അതിനൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലാണിത്. അപ്പോൾ ഗ്രാമ്പൂവിൻ്റെ പൊടി ഒരു സ്വല്പം അതും കൂടെ തൂകിയതിന് ശേഷം നമുക്ക് കബോർഡിലോ അതല്ലെങ്കിൽ കിച്ചണിലോ എവിടെയാണെങ്കിലും നമുക്കിതുപോലെ കൊണ്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പല്ലി പാറ്റ ശല്യം കാണത്തില്ല കേട്ടോ. മുട്ടത്തോട് നമ്മൾ പൊട്ടിച്ചിട്ട് വെറുതെ കളയണ്ട. ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെയാണോ അവിടെയെല്ലാം വെച്ച് കൊടുക്കുക. അപ്പം നല്ലൊരു ടിപ്പാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മളിതേപോലെ സിങ്കിനകത്ത് സിങ്ക് ബ്ലോക്ക് ആവുമല്ലോ. അപ്പോൾ സിങ്ക് ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഐസ് കട്ടയിട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്നുള്ള ആ ബ്ലോക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിതുപോലെ ഐസ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ കണ്ടോ, സിങ്ക് ബ്ലോക്കായിട്ടിരിക്കുകയാണെങ്കിൽ ഈ ഐസ് അതിനകത്ത് കിടന്ന് അലിഞ്ഞ് അതങ്ങ് ചെറിയ ബ്ലോക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പല്ലി പാറ്റ ശല്യമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങയുടെ നീരുണ്ടല്ലോ അത് ഇതേപോലെ പിഴിഞ്ഞെടുക്കുക. വാടിയ നാരങ്ങ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നാരങ്ങ ഇതേപോലെ നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഉപയോഗിക്കാത്ത ഒരു ചെറിയ ഒരു കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും ഒരു ടിന്നോ എന്തെങ്കിലും മതി. കാരണം അത് പല്ലിയും പാറ്റയൊക്കെ വന്ന് നക്കി കുടിച്ചോളൂ കേട്ടോ. ഈ ഒരു നാരങ്ങ നീരിൽ നമ്മളിട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണേ. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം.
ബേക്കിംഗ് പൗഡറോ അതല്ലെങ്കിൽ സോഡാപ്പൊടിയോ ഏതാണേലും കുഴപ്പമില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു വെപ്രാളമായിരിക്കും. പിന്നെ ആ പാകത്തോട്ട് പല്ലി പേടിച്ചിട്ടൊന്നും പിന്നെ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ നടക്കുന്നുണ്ട്. നാരങ്ങാ നീരും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തപ്പോഴത്തേനും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പഞ്ചസാരയാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റിൽ അത് നക്കി കുടിച്ചോളും. ആ പഞ്ചസാരയുടെ ടേസ്റ്റിൽ അത് ഫുള്ള് നക്കി കുടിക്കുകയും ചെയ്യും. പിന്നെ ആ ഭാഗത്തോട്ട് വരത്തില്ല, അതിൻ്റെ വയറെല്ലാം കംപ്ലൈൻ്റ് ആവും കേട്ടോ. കാരണം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഉള്ളിൽ ആ നാരങ്ങയുടെ നീരും ബേക്കിംഗ് പൗഡറൊക്കെ ചെല്ലുമ്പോഴത്തേന് പെട്ടെന്നത് അതവിടുന്ന് പൊയ്ക്കോളും. കാരണം വയറൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് അത് പിന്നെ ആ ഭാഗത്തോട്ട് വരത്തില്ല, ചത്തു പോയിക്കോളും കേട്ടോ. കാരണം അതിനൊന്നും ഒട്ടും പറ്റാത്തൊരു സാധനമാണ് ഈ നാരങ്ങ നീരും ഈ ബേക്കിംഗ് പൗഡറും. പാറ്റയാണേലും ഇത് നക്കി കുടിച്ചിട്ട് ചത്തു പോയിക്കോളും. അപ്പോൾ അത് ഇതേപോലെ നമ്മുടെ കിച്ചണിലെ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുക. ഇതിപ്പം ഞാൻ ഇതേപോലെ കിച്ചണിൽ അവിടെയാണല്ലോ കൂടുതൽ പല്ലി ശരിയൊക്കെ, അപ്പോൾ അവിടെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെക്കുമ്പം തന്നെ അത് വന്ന് നക്കി കുടിച്ചിട്ട് അതങ്ങ് ചത്തുപോയിക്കോളൂ കേട്ടോ. നാരങ്ങ പിഴിഞ്ഞ തോട് ഇതുപോലെ സിങ്കിനകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സിങ്കിൽ നിന്ന് വരുന്ന ചെറിയ പാറ്റാ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ആ ശല്യമൊക്കെ ഒഴിവാക്കിയിട്ടു കേട്ടോ. ഇതിൽ നിന്നും ഒരു പാറ്റാ കുഞ്ഞോ പഴുതാരോ ഒന്നും തന്നെ വരില്ല. ഇതുപോലെ ചെയ്താൽ മതി. മുട്ട നമ്മളിതുപോലെ മേടിച്ച് വെക്കുമ്പോഴത്തേന് കൂർത്ത ഭാഗം താഴെ വരത്തക്ക രീതിയിൽ വെക്കുകയാണെങ്കിൽ മുട്ട ഒത്തിരി നാൾ കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അതുപോലെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ മുട്ട കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം മാത്രം വെക്കുക കേട്ടോ. അപ്പോൾ അതിനകത്തു നിന്നുള്ള അണുക്കളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിലുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ കയറിയിട്ട് സാധനങ്ങളൊക്കെ ചീത്തയായി പോകും കേട്ടോ. കാരണം അതിനകത്ത് നല്ല രീതിയിൽ കോഴിയുടെ അഴുക്കൊക്കെ കാണുമേ. അപ്പോൾ അത് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പം ഇന്ന് കാണിച്ച ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുന്നിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. ഇതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.